ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. കർമ്മികളായിട്ടിരിക്കും ഗൃഹസ്ഥർക്കും നിർമ്മല ഭക്തി വരുവാനരുൾ ചെയ്ക എന്നതു കേട്ടു പറഞ്ഞു മുനീന്ദ്രനും മന്നവനായ ധർമാത്മജനോടിതം. നല്ല കർമ്മങ്ങൾ ചെയ്തെല്ലാം ഭഗവാങ്കൽ നല്ലവണ്ണം സമർപ്പിക്ക ഗൃഹസ്ഥന്മാർ. സജ്ജന ഭക്തരായി ഈശ്വര സത്കഥ അർജുനാത്മാ കേൾപ്പിക്ക ഭക്തിയും. പുത്രധാരാദികൾ ഗാത്രാർത്ഥ വസ്തുക്കൾ നിത്യമല്ലെന്നറിഞ്ഞാശു വൈരാഗ്യവും. മിഥ്യയായിടും പ്രപഞ്ചം സമസ്തവും നിത്യനാകും ഭഗവാൻ മായയാലെന്നും. സൃഷ്ടിസ്ഥിതി ലയ ഹേതുക്കളും പിന്നെ കഷ്ടശിഷ്ടങ്ങളിഹ പരവൈരാഗ്യം. ഇച്ചൊന്നതെല്ലാം ഭഗവത്കഥകളെ ഇച്ഛയാ കേൾക്കിലറിവു ഭവിക്കുന്നു. സർവകർമ്മങ്ങളും ഭക്ത്യാ ഭഗവാങ്കൽ ചൊവ്വോടു നന്നായി സമർപ്പിക്കയും പിന്നെ. ഹോമിക്കുമഗ്നി ഭഗവാൻ മുഖമെന്നിതാമോദമോടു തങ്ങൾക്കുള്ള ശക്തിക്കു തക്കവാറേ യജ്ഞദാനാദി കർമ്മങ്ങൾ ഒക്കെ വിധി പോലെ ചെയ്തു സമർപ്പിക്ക. ബ്രാഹ്മണൻ തന്മുഖം ക്ഷേത്രജ്ഞനാം പരമാത്മാവു തൻ്റെ മുഖമെന്നു കൽപ്പിച്ചും. സർവമുഖങ്ങളും ഈശ്വരനെന്നതും സർവവും ക്ഷേത്രജ്ഞനാം പരമാത്മാവു വേറെയല്ലെന്നു നിനച്ചു കർമ്മങ്ങളും നേരോട ചെയ്തു സമർപ്പിച്ചുമാത്മനി. പിന്നെ വിശേഷമാസം പക്ഷവും ദിനം പിന്നെ സമയമൃത്യുവയനങ്ങളും കാലങ്ങളെന്നിവ നോക്കി വിധി പോലെ കാലധർമ്മം പരമാത്മാവിലർപ്പിക്ക. പുണ്യസമയം വെറുതെ കളയാതെ പുണ്യകർമ്മങ്ങൾ ഭഗവാങ്കലർപ്പിക്ക. മുഖ്യകാലം മുഖ്യക്ഷേത്രം ഗിരിനദി മുഖ്യതീർത്ഥം മുഖ്യരാജ്യം സ്വദേശവും. തന്നുട പത്തനം മറ്റും ശുഭസ്ഥലം തന്നിലിരുന്നു യജ്ഞങ്ങൾ ചെയ്യേണമേ. യജ്ഞമനേകവിധമെന്നിരിക്കിലും യജ്ഞങ്ങളഞ്ചു വിധത്തിലടങ്ങുമേ. യജ്ഞമനേകവിധമെന്നിരിക്കിലും യജ്ഞങ്ങളഞ്ചു വിധത്തിലടങ്ങുമേ. മാനുഷ്യവും പൈത്രഭൗത ദൈവം ബ്രാഹ്മമെന്നിവയഞ്ചിൽ മുഖ്യം ജ്ഞാനയജ്ഞമാം. ജ്ഞാനയജ്ഞം ബ്രഹ്മയജ്ഞമെന്നാക്കുന്നു. ജ്ഞാനേന മുക്തിസിദ്ധ്യർത്ഥം സമസ്തവും യജ്ഞങ്ങൾ ചെയ്തു ഭഗവാങ്കലർപ്പിക്ക. അജ്ഞാനനാശത്തിനതു വേണമേ. സജ്ജനദർശനം എപ്പോളതു നേരം യജ്ഞസമയം സകലം ശുഭം തന്നെ. ജ്ഞാനികൾ വാഴും സ്ഥലത്തു സർവക്ഷേത്ര നാനാവിശേഷ തീർത്ഥങ്ങൾ ഗുണങ്ങളും. ശ്രീഭഗവാനും വിരിഞ്ചൻ ശിവൻ മറ്റു ദേവാദിമാമുനിമാരുമിരിക്കുമേ. സർവചരാചര ഭൂതാദിയൊക്കെയും കേവലം ജ്ഞാനിയെന്നോർത്തു ബ്രഹ്മാർപ്പണം. സർവകർമ്മങ്ങളും ചെയ്ക ഗൃഹസ്ഥന്മാർ സർവം ഫലമായി വരുമെന്നു നിർണയം. സർവകർമ്മം മഹാവിഷ്ണു ഭഗവാനാൽ വിഷ്ണു ഭഗവാങ്കലർപ്പിക്കയും ചെയ്ക. അഗ്രപൂജയ്ക്കു ദേവർഷി ബ്രഹ്മർഷികളുഗ്രനും ജ്ഞാനിയിലാത്മാവിലും കൊള്ളാം. സദ്ഗുരുവിങ്കലും നാനാർത്ഥവും ഇവ നിർഗുണാത്മാ സർവമെന്നു സമർപ്പിക്ക. അച്യുതൻ തങ്കൽ സമസ്തം സമർപ്പിക്ക. നിശ്ചയം സർവാത്മകനിവൻ താനല്ലോ. അച്യുതൻ തങ്കൽ സമസ്തം സമർപ്പിക്ക. നിശ്ചയം സർവാത്മകനിവൻ താനല്ലോ.
വൃക്ഷമൂലെ വളം വെള്ളവും ചേർക്കിലോ, വൃക്ഷം സമസ്തം തെളിഞ്ഞു സഫലമാം. ആകയാൽ സജ്ജന പൂർവാർച്ചനത്തിൻ്റെ മീതെ മറ്റില്ല സകലം ഫലിക്കുമേ. മൃച്ചിലാദ്യ പ്രതിമാദിയിൽ പൂജിക്കിൽ, സിദ്ധിച്ചിടാം ചിരകാലേന മുക്തിയും. ഓരോ പ്രതിഷ്ഠയിലർപ്പിപ്പതൊക്കെയും ഓരോരോ ദേവേശ്വരന്മാരിലാമല്ലോ. ശ്രാദ്ധകാലെ പശുഹിംസയരുതല്ലോ, ശ്രദ്ധയാ സദ്ഗുരു തൻ്റെ സ്വജനങ്ങൾ എന്നിവരിൽ ഭഗവാങ്കലും ജ്ഞാനികൾ തന്നിലും അഗ്നൗ സമർപ്പണം ചെയ്യുകയും. ഇങ്ങനെ ചെയ്യും ഗൃഹസ്ഥാശ്രമികൾക്കു മംഗലജ്ഞാനം ലഭിക്കുകയെന്നീ അർത്ഥം. 4 യുഗത്തിലും 4 വിധമായി കാലാത്മകനെ യജിക്കയും വേണമേ. ധ്യാനം കൃതയുഗേ യജ്ഞമാം ത്രേതയിൽ, പിന്നേതു ദ്വാപരം തന്നിലാമർച്ചനം. കീർത്തനമല്ലോ കലിയിൽ വേണ്ടുന്നതു, ആർത്തി വിനാശന സേവികളിങ്ങനെ. ധ്യാനം കൃതയുഗേ യജ്ഞമാം ത്രേതയിൽ, പിന്നേതു ദ്വാപരം തന്നിലാമർച്ചനം. കീർത്തനമല്ലോ കലിയിൽ വേണ്ടുന്നതു, ആർത്തി വിനാശന സേവികളിങ്ങനെ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി.